വീണ്ടും നമ്മൾ ശ്രീനാഥ് ചന്ദ്രനിലേക്ക് പോവാണ്. ശ്രീനാഥ്, ഈ പ്രധാനമന്ത്രി നാളെ എത്തുന്നു എന്നതാണ് ഏറ്റവും പുതിയ വിവരം. ശ്രീനാഥൻ ഒരു പക്ഷേ ആ വിവരം അവിടെ ലഭ്യമായി കാണുമെന്നാണ് ഞാൻ കരുതുന്നത്. മറ്റൊന്ന്, ഈ അപകടം നടന്നതിന് തൊട്ടു പിന്നാലെ വന്ന റിപ്പോർട്ടുകളിൽ ഇത് ജനവാസ മേഖലയിലല്ല, ജനവാസ മേഖലയോട് ചേർന്നുള്ള വിമാനത്താവളത്തിൻ്റെ ഔട്ടർ ഭാഗത്തുള്ള ഒരു തുറസായ സ്ഥലത്താണ് വിമാനം തകർന്നു വീണത്. അതുകൊണ്ട് ജനവാസ മേഖലയിൽ വീണാലുള്ള അപകടത്തിൽ നിന്ന് തൽക്കാലം ഒഴിവായി എന്നായിരുന്നു ആ സമയത്ത് സംസാരിച്ച പലരും പറഞ്ഞത്. പക്ഷെ പിന്നീടാണ് നമ്മൾ അറിയുന്നത് ഇത് ഈ ഹോസ്റ്റലിലേക്ക് ഇടിച്ചിറങ്ങി എന്നതും ആ ഭാഗത്ത് സാരമായ പ്രശ്നങ്ങൾ ഉണ്ടായി എന്നതും. ഒരുപക്ഷെ ജനവാസ മേഖലയ്ക്ക് പുറത്ത് ഈ വിമാനം ഇറക്കാനൊക്കെ ഒരു ശ്രമം പൈലറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി കാണും. മെയ്ഡേ സന്ദേശം അദ്ദേഹം ആ സമയത്ത് ATCയിൽ നൽകിയിരുന്നു. എന്നെ സഹായിക്കൂ എന്നാണ് ആ സന്ദേശത്തിൻ്റെ അർത്ഥം. അത് സാങ്കേതികമായൊരു വാക്കാണെങ്കിലും എന്നെ സഹായിക്കൂ എന്നതാണ് മെയ്ഡേ എന്ന ആ സന്ദേശം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ സന്ദേശത്തിന് ATCയിൽ നിന്ന് റിപ്ലൈ പോയെങ്കിലും ആ റിപ്ലൈ സ്വീകരിക്കാൻ അവിടെ ആരും ഉണ്ടായിരുന്നില്ല, വിമാനത്തിൽ ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അപകടം വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ സംഭവിച്ചിരുന്നു. അത്തരത്തിൽ ഒരുപക്ഷെ ജനവാസ മേഖലയ്ക്ക് പുറത്ത് ആ തുറസായ സ്ഥലത്തേക്കൊക്കെ ഇത് ഇടിച്ചിറക്കാനൊക്കെ അദ്ദേഹം പരിചയസമ്പന്നനായ പൈലറ്റ് ശ്രമിച്ചിട്ടുണ്ടാകാം അല്ലേ? നമുക്ക് അങ്ങനെയൊക്കെ കരുതാം അല്ലേ? തീർച്ചയായും വിജയകുമാർ, നാളെ ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇവിടേക്ക് നേരിട്ടെത്തുന്നുണ്ട്. അദ്ദേഹം നേരിട്ട് ആശുപത്രിയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വൈകിട്ടോടെ ഇവിടെ നേരിട്ടെത്തുകയും ആശുപത്രിയിൽ നേരിട്ടെത്തി കാര്യങ്ങൾ വിലയിരുത്തുകയും രോഗികളെ, ഇപ്പോൾ ചികിത്സയിലുള്ള ആളുകളെ, പരിക്കേറ്റ ആളുകളെ നേരിൽ കണ്ട് സംസാരിക്കുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. അതിനുശേഷമാണ് ഉന്നതതല യോഗം ചേർന്നത്. ഇനിയുള്ള നടപടിക്രമങ്ങളിൽ അതിൽ ഏതെങ്കിലും തരത്തിലുള്ള കാലതാമസമില്ലാതെ വേഗത്തിൽ പൂർത്തിയാക്കാനുള്ള നടപടികളാണ് ആദ്യ പരിഗണനയായി നൽകുന്നത്. അതോടൊപ്പം തന്നെ ഇനിയിപ്പോൾ അപകടത്തിൻ്റെ കാരണങ്ങളെക്കുറിച്ചുള്ള അന്വേഷണവും നടത്തേണ്ടതുണ്ട്. ഏതായാലും അപകട മേഖലയിലെ ഈ തുടക്കത്തിൽ വിമാനം പതിച്ച ഇടത്തേക്കാണ് നമ്മൾ എത്തുന്നത്. അവിടെ നമുക്ക് കാണാം ഈ ഭാഗത്താകെ തന്നെ വിമാനത്തിൻ്റെ ഭാഗങ്ങൾ കുറച്ചുകൂടി വ്യക്തമായി ചിന്നിച്ചിതറി ഈ ഭാഗത്തൊക്കെ തന്നെ കിടക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഇവിടെയുള്ള കെട്ടിടങ്ങൾ, ഇപ്പോൾ ആദ്യ കെട്ടിടം പരിശോധിക്കുമ്പോൾ അവിടെ അതിൻ്റെ മുകൾ വശത്ത് പൂർണ്ണമായി തന്നെ തകർന്നിട്ടുമുണ്ട്. ഒപ്പം തന്നെ സമീപത്തെ മരങ്ങളൊക്കെ തന്നെ പൂർണ്ണമായി കത്തിപ്പോയ ഒരവസ്ഥയുമുണ്ട്. ഈ ക്യാൻറ്റീൻ, ഈ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന ഈ മേഖല, ആ ഒരു കെട്ടിടത്തിൻ്റെ മുകൾ നില അത് ഏതാണ്ട് പൂർണ്ണമായി തന്നെ തകർന്ന് പോയിട്ടുമുണ്ട്. വിമാനത്തിൻ്റെ എൻജിൻ ഭാഗത്തിൻ്റെ ഒരു ഭാഗം അവിടെ തകർന്നു കിടക്കുന്ന ഒരു കഷ്ണം ഭാഗം അവിടെ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്. വിമാനത്തിൻ്റെ മുൻഭാഗം ഒരു ചെറിയൊരു ഭാഗം ഒരു കെട്ടിടത്തിൻ്റെ മുകളിലുണ്ടായിരുന്നു. അത് അല്പസമയം മുമ്പ് JCB മറ്റും ഉപയോഗിച്ച് അത് താഴേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കാണാൻ കഴിയുന്നത് വിമാനത്തിൻ്റെ പ്രകടമായ ചില ഭാഗങ്ങളിൽ കാണാൻ കഴിയുന്നത് ഒരു ഭാഗത്തിൻ്റെ ഒരു ചെറിയൊരു കഷ്ണം മാത്രം അവിടെ കാണാൻ കഴിയുന്നു. അതിനപ്പുറത്തേക്ക് വിമാനത്തിൻ്റെ എന്തെങ്കിലും തിരിച്ചറിയാൻ പറ്റുന്ന ഒന്നും കാണാൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം എന്തുകൊണ്ടാണ് ഒരാളൊഴികെ ബാക്കി എല്ലാവർക്കും ജീവൻ നഷ്ടമായത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് ഈ ഒരു ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ നമുക്കത് കഴിയുകയും ചെയ്യാം. അത്ര വലിയ രീതിയിൽ അതൊരു സ്ഫോടനം നടന്ന് പൊട്ടിത്തെറിച്ച് കത്തിയമർന്നു പോയി എന്നത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം. ആദ്യം പതിക്കുന്നത് ഈ കെട്ടിടത്തിലാണ് ആദ്യം ആ വിമാനം പതിക്കുന്നത്. ഇതിന് മുകളിലേക്കാണ് ആദ്യം പതിക്കുന്നത്. പിന്നീട് ഇവിടെ നിന്ന് ഒരു 50 മീറ്റർ മാറി അടുത്ത കെട്ടിടങ്ങളിലേക്ക് കൂടി അത് ഇടിച്ച് നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അത് വന്ന ഒരു വേഗം, അതിൻ്റെ ഒരു വ്യാപ്തി, അതിൻ്റെ ഒരു ആഘാതം അത് എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് ഇവിടുത്തെ കാഴ്ചകളിൽ നിന്ന് പറയാൻ വേണ്ടി കഴിയുകയും ചെയ്യും. ഇപ്പോൾ വളരെ കുറച്ച് ഉദ്യോഗസ്ഥർ മാത്രമാണ്, എയർ ഇന്ത്യയുടെ ഉദ്യോഗസ്ഥരാണ് ഇപ്പോൾ ഈ മേഖലയിലൂടെ നടന്ന് ഇപ്പോൾ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ബ്ലാക്ക് ബോക്സിനു വേണ്ടി അടക്കമുള്ള തെരച്ചിലാണ് എന്നത് പോലീസ് പറയുന്നുണ്ട്. നമുക്ക് അവരോട് നേരിട്ട് ചോദിക്കാതെ ആ കാര്യത്തിൽ സ്ഥിരീകരണം നൽകാൻ കഴിയില്ല. ഒരുപക്ഷെ ഇതിനോടകം കിട്ടിയിരിക്കാനുള്ള സാധ്യതയുമുണ്ട്. പേര് ബ്ലാക്ക് ബോക്സ് എന്നാണെങ്കിലും അത് നല്ല തിളങ്ങുന്ന ഓറഞ്ച് നിറത്തിലുള്ള ഒരു ഡിവൈസാണ്. അപ്പോൾ അത് കണ്ടെത്തുക ഈ സാഹചര്യങ്ങൾ അത്രയധികം ബുദ്ധിമുട്ടുണ്ടാവാൻ സാധ്യതയുമില്ല. അത് കിട്ടിക്കാണാനുള്ള സാധ്യതയുണ്ട്. ഇനി പോലീസ് പറയുന്നത് പോലെ ബ്ലാക്ക് ബോക്സിന് വേണ്ടിയുള്ള തെരച്ചിലാണോ എന്നത് അറിയില്ല. ഏതായാലും എയർ ഇന്ത്യയുടെ ഉദ്യോഗസ്ഥരാണ് ഇപ്പോൾ തെരച്ചിൽ നടത്തുന്നത്. അല്പസമയം മുമ്പ് ബ്രിട്ടീഷ് എംബസിയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ അവർ ഇവിടെ ഏതാണ്ട് ഒരു 10-15 മിനിറ്റോളം അവരിവിടെ ഉണ്ടായിരുന്നു. ഈ മേഖലയിലാകെ നടന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി. അതിനുശേഷം അല്പസമയം മുമ്പാണ് ബ്രിട്ടീഷ് എംബസി ഉദ്യോഗസ്ഥർ ഈ ദുരന്ത മേഖലയിൽ നിന്ന്, ഭൂമിയിൽ നിന്ന്
മടങ്ങുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും വിമാനത്തിൻ്റെ കാര്യമായ ഭാഗങ്ങളൊന്നും തന്നെ ഇവിടെ കാണാനില്ല. ചെറിയ ഭാഗങ്ങൾ, കുറച്ച് ഭാഗങ്ങൾ മാത്രമേ അങ്ങിങ്ങായി ചിതറിക്കിടക്കുന്നതായി നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഒരു എഞ്ചിൻ്റെ ഭാഗം ആകെ കറുത്ത ഒരു രീതിയിൽ ഒരു എഞ്ചിൻ്റെ ഭാഗം മാത്രം നമുക്ക് വന്നപ്പോൾ തിരിച്ചറിയാൻ വേണ്ടി കഴിഞ്ഞു. വിമാനത്തിൻ്റെ മുൻഭാഗം ഒരു കെട്ടിടത്തിൻ്റെ മുകളിലായിരുന്നു ഉണ്ടായിരുന്നത്. അതിപ്പോൾ ആ ഭാഗത്ത് നിന്ന് മുകളിൽ നിന്ന് താഴേക്ക് തട്ടിയിടുകയും ചെയ്തിട്ടുമുണ്ട്. ഇനിയിപ്പോൾ രക്ഷാദൗത്യം, ഏതെങ്കിലും തരത്തിലൊരു ദൗത്യം ആരെങ്കിലും ജീവനോടെ കണ്ടെത്തുകയും മൃതദേഹങ്ങൾ കണ്ടെത്താനും ഒക്കെയുള്ള പരിശോധനകൾ ഏതായാലും ഇപ്പോൾ ഈ ഘട്ടത്തിൽ നടക്കുന്നില്ല. അത് പൂർണ്ണമായി തന്നെ ഇപ്പോൾ നിർത്തിവെച്ചിട്ടുമുണ്ട്. ഇനി ആരെങ്കിലും കണ്ടെത്താനുള്ള സാധ്യതകളില്ല എന്ന് തന്നെയാണ് NDRF-ഉമായി സംസാരിച്ചപ്പോൾ അവരും പറഞ്ഞത്. ആശുപത്രിയിലുള്ള ആളുകൾ, പരിക്കേറ്റ ആളുകളുടെ ചികിത്സാ വേഗത്തിൽ അവർക്ക്. ശരി ശ്രീനാഥ്, എന്തായാലും ശ്രീനാഥ് ഏറ്റവും പുതിയ വിവരങ്ങൾ അവിടെ നിന്ന് നൽകുകയായിരുന്നു. അവിടെ ഇതിനിടയിൽ ഒരു കാര്യം കൂടി പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയട്ടെ. ഭൂമി ചൗഹാൻ എന്നൊരു സ്ത്രീ, ഈ അപകടത്തിൽ നിന്ന് അവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. അവർ ഈ വിമാനത്തിൽ കയറുന്നതിന് വേണ്ടി സർദാർ വല്ലഭായ് പട്ടേൽ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് പോവുകയായിരുന്നു. അവർ പക്ഷേ ഒരു വലിയ ട്രാഫിക് ബ്ലോക്കിൽ പെട്ടു. 10 മിനിറ്റ് ഡിലേ ആയി, അവർക്ക് ഈ വിമാനത്തിൽ കയറാൻ കഴിഞ്ഞില്ല. അവർ ഈ അപകടത്തിന് ശേഷം ദേശീയ മാധ്യമങ്ങളോടൊക്കെ സംസാരിച്ചു. അവരുടെ പേര് ഭൂമി ചൗഹാൻ എന്നാണ്. അവർ 10 മിനിറ്റ് ഡിലേ ആയി, അതുകൊണ്ട് അവരുടെ ജീവൻ രക്ഷപ്പെട്ടു. അവർ പറയുന്നത് അവർക്ക് സംസാരിക്കാൻ പോലും കഴിയുന്നില്ല, അവർ വിറയ്ക്കുകയാണ്. ഈ അപകട വാർത്ത കേട്ട് അവർക്ക് എങ്ങനെ പ്രതികരിക്കണമെന്നറിയില്ല. അവരിങ്ങനെ ചിരിക്കുകയും കരയുകയും ഒക്കെ ചെയ്യുന്ന മുഖത്തോടെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വരുന്നത് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് നമ്മൾ കണ്ടതാണ്. അവരുടെ പേര് ഭൂമി ചൗഹാൻ എന്നാണ്. ആ 10 മിനിറ്റ് ട്രാഫിക് ബ്ലോക്കാണ് അവരുടെ ജീവൻ രക്ഷിച്ചതെന്ന് അവർ പറയുന്നു. അപ്പോൾ അങ്ങനെ ചില സംഭവങ്ങളും ഇതിൻ്റെ പശ്ചാത്തലത്തിൽ നടന്നിട്ടുണ്ട് എന്ന് സൂചിപ്പിക്കുകയായിരുന്നു.